നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദി ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്റർ ആണ് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ. പരസ്പരം ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചേട്ടന്റെയും അനിയത്തിയുടെയും കുഞ്ഞി കഥയാണ് ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കഥ. അപ്പൊ നമുക്ക് നോക്കിയാലോ. അതിനു മുമ്പ് കഥ എഴുതിയ ലൂസി ക്ലിഫോർഡിനെ കൂട്ടുകാർക്ക് പരിചയപ്പെടണ്ടേ? അപ്പൊ നമുക്ക് ആരാണ് ലൂസി ക്ലിഫോർഡ് എന്ന് ആദ്യം നോക്കിയിട്ട് വരാം. ഓക്കെ, ലൂസി ക്ലിഫോർഡ് 1846 ലൂസി ക്ലിഫോർഡ് ജനിച്ചത്. ആൻഡ് ഷീ ഡൈഡ് ഇൻ 1929. 1929 അവർ മരണമടയുകയും ചെയ്തു. ആൻഡ് ഷീ ഈസ് ബെറ്റർ നോൺ ആസ് മിസസ് W.K. ക്ലിഫോർഡ്. മിസസ് W.K. ക്ലിഫോർഡ് എന്നായിരുന്നു അവർ കൂടുതലായിട്ടും അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഷീ വാസ് എ ബ്രിട്ടീഷ് നോവലിസ്റ്റ്. അവരൊരു ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ് ആൻഡ് ജേർണലിസ്റ്റ്, അതുപോലെ തന്നെ പത്രപ്രവർത്തകയുമാണ്. ആൻഡ് ദ വൈഫ് ഓഫ് വില്യം കിങ്ഡൺ ക്ലിഫോർഡ്. അവരുടെ ഹസ്ബൻഡിൻ്റെ പേരെന്ന് പറയുന്നത് വില്യം കിങ്ഡൺ ക്ലിഫോർഡ്. അതുകൊണ്ടാണ് അവർ W.K. ക്ലിഫോർഡ് എന്ന് അറിയപ്പെട്ടത്. മിസസ് W.K. ക്ലിഫോർഡ് എന്ന് അറിയപ്പെടാനുള്ള കാരണം അവർ വില്യം കിങ്ഡൺ ക്ലിഫോർഡിൻ്റെ ഭാര്യയായിരുന്നു. ആൻഡ് ഹെർ ബെസ്റ്റ് നോൺ സ്റ്റോറി മിസസ് കെയ്റ്റ്സ് ക്രൈം. 1885 അവർ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു രചനയാണ് മിസസ് കെയ്റ്റ്സ് ക്രൈം എന്ന് പറയുന്നത്. ആൻഡ് വാസ് ഫോളോഡ് ബൈ സെവറൽ അതർ വോള്യൂംസ്. അത് ഒരുപാട് വോള്യൂംസ് അവരിറക്കി. ഒരുപാട് വോള്യൂംസ് പറഞ്ഞാൽ ഒരുപാട് അധ്യായങ്ങൾ അവർ ഇറക്കേണ്ടി വന്നു വെച്ചാൽ അത്രയും പോപ്പുലർ ആയിരുന്നു ആ ഒരു സ്റ്റോറി. ആൻഡ് ഷീ ഓൾസോ റോട്ട് ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ്. 1892 ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക് ഇറക്കിയിരുന്നു, ഒരു പുസ്തകം എഴുതി. ആൻഡ് മിയ സ്റ്റോറീസ് 1896 1896 അവർ മിയ സ്റ്റോറീസ് എഴുതി. ആൻഡ് എ പ്ലേ, പിന്നെ ഒരു നാടകവും എഴുതി. എ വുമൻ എലോൺ, ഏകാന്തയായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ 1898 അവരൊരു നാടകവും എഴുതി. ആൻഡ് ഷീ ഈസ് പെർഹാപ്സ് മോസ്റ്റ് ഓഫൻ റിമെമ്പേർഡ് however as the author of the Annie House stories, moral and otherwise. 1882 അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ദ എനി ഹൗസ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി കളക്ഷനാണ്, ഒരു കഥാസമാഹാരം എഴുതിയതിലാണ്. അതുപോലെ തന്നെ മോറൽ ആൻഡ് അതർവൈസ് എന്ന് പറയുന്ന 1882 പുറത്തിറങ്ങിയ ഒരു കഥാസമാഹാരവും അവർക്ക് ഒരുപാട് പ്രസിദ്ധി എത്തിച്ചു കൊടുത്തു. ആൻഡ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് റിട്ടൺ ഫോർ ചിൽഡ്രൻ, അതുപോലെ ഒരുപാട് ബാലസാഹിത്യ കൃതികളും അവർ എഴുതിയിരുന്നു. സോ ലൂസി ക്ലിഫോർഡിൻ്റെ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ചാപ്റ്റർ എന്താണെന്ന്. ഓക്കെ, I want to work at my picture, he said, and went into the field. The little sister went too and stood by him watching while he painted. അപ്പോൾ I wanted to work at my picture. എനിക്ക് എൻ്റെ ചിത്രം ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്, എനിക്കൊരു ചിത്രം വരയ്ക്കാനുണ്ട്, he said. അവൻ പറഞ്ഞു. അപ്പം ബോയ് ആണ് പ്രധാന കഥാപാത്രം നമുക്കറിയാം. അപ്പോൾ ബോയ് പറയാണ് എനിക്ക് ഒരു ചിത്രം വരയ്ക്കാനുണ്ട്, ഞാൻ അതിനു വേണ്ടി പോവാം. ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്. അവൻ എന്നിട്ട് ഒരു പാടത്തിൻ്റെ കരയിലേക്ക് ഇങ്ങനെ പോയി. ഒരു നല്ല ഭംഗിയുള്ളൊരു പാടം ഉണ്ടായിരുന്നു, പച്ച വിരിച്ച് കിടക്കുന്ന ഒരു പാടം നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അല്ലേ. അതിൻ്റെ കരയിൽ അവൻ അങ്ങനെ പോയിരുന്നു, വരമ്പത്ത്. ആൻഡ് ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു. കൂടെ അവൻ്റെ ലിറ്റിൽ സിസ്റ്റർ, ഇളയ സഹോദരി ഉണ്ടായിരുന്നു, അവളും കൂടെ പോയി, കുഞ്ഞനിയെത്തി. ആൻഡ് സ്റ്റുഡ് ബൈ ഹിം വാച്ചിങ് വൈൽ ഹി പെയിൻറ്റഡ്. അവൻ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കി അവളിങ്ങനെ സാഗൂതം നോക്കി നിന്നു. The trees are not quite straight, she said. അതേ മരങ്ങളെ നേരെ അല്ല കേട്ടോ വളരുന്നത്, കുറച്ച് വളഞ്ഞിട്ടൊക്കെയാണ്, നോക്കി വരയ്ക്കുക. കാരണം മരങ്ങൾ നേരെ അങ്ങ് പോകുന്നല്ല, നല്ല ഭംഗിയിൽ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെയാണ് പോണത്. ആൻഡ് ഓ ഡിയർ ബ്രദർ, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. അതേ ചേട്ടാ നോക്ക്, സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. അത്ര നീല കളറൊന്നും സ്കൈന് ഇല്ല കേട്ടോ, ആകാശത്തിന് അത്ര നീല കളറൊന്നും അല്ല കേട്ടോ. നോക്കി നോക്കി വരയ്ക്കൂ, പെയിൻറ്റും കൊടുക്കൂ. ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ. ഓ മോളെ നീ ഒന്ന് അടങ്ങി നിൽക്ക്, ഇത് ഇപ്പം ശരിയാക്കി തരാം, ഒക്കെ റെഡി ആയിട്ട് വരും. ഹി ആൻസേർഡ്. അവൻ മറുപടി പറഞ്ഞു. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്. അതേ ഞാനിപ്പോൾ ഇത് വരയ്ക്കുന്നതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്നുണ്ടോ? ഓ യെസ്, ഷീ സെഡ്. പിന്നെ ഇല്ലാണ്ടേ. വണ്ടറിങ് ദാറ്റ് ഹി ഷുഡ് ഈവൻ ആസ്ക്. എന്തുകൊണ്ടാണ് ചേട്ടൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതെന്ന് പോലും ഇങ്ങനെ സംശയിച്ചുകൊണ്ട് അനിയത്തി പറഞ്ഞു. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. അതെ ചേട്ടൻ ഈ ചിത്രം വരയ്ക്കുമ്പോഴേ ആൾക്കാർക്കൊക്കെ സന്തോഷമാവില്ലേ? ആൻഡ് ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വർ ഇൻ ദ ഫീൽഡ്. അവർക്കൊക്കെ അവരിതുപോലെ ഒരു പാടത്തിൻ്റെ കരയിലുള്ളതുപോലെ അവർക്കും ഫീൽ ചെയ്യില്ലേ? അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാവില്ലേ? അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ വരയ്ക്കുന്നത് എന്ന് അനിയത്തി മറുപടി പറഞ്ഞു. അങ്ങനെയാണോ? ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. ഞാനിപ്പോൾ ഇത് നല്ല രീതിയിലല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അവർ ആകെ ദുഃഖിതരാകുമോ കുഞ്ഞെ എന്ന് അനിയത്തിയോട് ചോദിച്ചു. ഞാനിത് കൊള്ളാക്കി കഴിഞ്ഞാൽ ആളുകൾ അൺഹാപ്പി ആയിരിക്കും അല്ലേ? അപ്പം അനിയത്തി പറയാണ്, ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്.
അതേ ചേട്ടാ, നിങ്ങളിപ്പോൾ ഈ വരയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതൊരു വർക്കാണെങ്കിലും നല്ല ഡെഡിക്കേഷനോട് കൂടിയിട്ടും അതേപോലെ സത്യസന്ധവുമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും ചേട്ടൻ എത്രങ്ങാനും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ചിത്രം വരച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഫീൽ ചെയ്യും അല്ലേ, എല്ലാവർക്കും സന്തോഷമാവും. അപ്പം അറിയാത്ത വാക്കുകൾ കൂട്ടുകാർ നോക്കണേ. ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണ ബോധത്തോട് കൂടിയിട്ട്, അർപ്പണ ബോധത്തോട് കൂടിയിട്ട് എന്നൊക്കെ അർത്ഥം. ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ എന്നർത്ഥം കേട്ടോ. ആൻഡ് ഡെഡിക്കേഷനോട് കൂടിയിട്ടും ഓണസ്റ്റിയോട് കൂടിയിട്ടും ചെയ്യുകയാണെങ്കിൽ പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അങ്ങനെ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ആളുകൾക്ക്, കഠിനമായിട്ട് എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് ആളുകൾക്ക് മനസ്സിലാകും. നല്ല അനിയത്തിയില്ലേ? ആൻഡ് ഷീ ആൻസേർഡ്, അവൾ അതിന് മറുപടി പറഞ്ഞു. ആൻഡ് ഫോർ ദിസ് റീസൺ ദേ വിൽ ലൈക്ക് യുവർ വർക്ക്, ലുക്ക് അപ്പ്. അതെ, ഈ ഒരു കാരണത്താൽ, ഈ ഒരൊറ്റ കാരണത്താൽ താങ്കളെ എല്ലാവരും അഭിനന്ദിക്കുകയും എല്ലാവർക്കും സന്തോഷമാവുകയും എല്ലാവർക്കും ചേട്ടൻ്റെ വർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. ലുക്ക് അപ്പ്, അല്ലെങ്കിൽ നോക്കിക്കോ. ഷീ സെഡ് സഡൻലി, എന്നിട്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്. അതേ ചേട്ടാ നോക്കൂ, ആ ഹില്ലിൻ്റെ, മലകൾക്ക് മുകളിലുള്ള, ഹിൽ എന്ന് പറഞ്ഞാൽ മല കേട്ടോ, ഹിൽസിൻ്റെ മുകളിലുള്ള ആ പ്രകാശത്തിലേക്ക് നോക്കൂ. ലൈറ്റ് ഓൺ ദ ഹിൽസ്, അതാ മലകൾക്ക് മുകളിൽ ഒരു പ്രകാശം കാണുന്നില്ലേ? And they stood together looking at all he was trying to paint, at the trees and the field, at the deep shadows and the hills beyond, and the light that rested upon them. അപ്പം അവർ രണ്ടുപേരും, ചേട്ടനും അനിയത്തിയും കൂടെ സ്റ്റുഡ് ടുഗെദർ, ഒരുമിച്ച് അങ്ങനെ നിന്നു. ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈങ് ടു പെയിൻറ്റ്, അവൻ വരയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാത്തിനെയും അവർ രണ്ടുപേരും ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു. അറ്റ് ദ ട്രീസ്, മരങ്ങളെ, ആ ഭംഗിയുള്ള മരങ്ങളെ ഇങ്ങനെ നോക്കി. ആൻഡ് ദ ഫീൽഡ്, ആ മനോഹരമായ പച്ച വിരിച്ചിട്ടുള്ള പാടശേഖരം അവരങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അറ്റ് ദ ഡീപ്പ് ഷാഡോസ്, അതുപോലെ ആഴത്തിലുള്ള നിഴലുകളെ അവർ നോക്കി. ആൻഡ് ദ ഹിൽസ് ബിയോണ്ട്, അകലേക്ക് മാനത്ത് മുട്ടുന്ന അത്രയും വലുപ്പമുള്ള മലകളെയും അവർ കണ്ടു. ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റ് അപ്പോൺ ദം, അതിന് മുകളിൽ വിശ്രമിക്കുന്ന സൂര്യപ്രകാശത്തെ അവർ കണ്ടു. ആൻഡ് ദ സൺലൈറ്റ് വാസ് ഗ്ലിമ്മറിങ്, സൂര്യപ്രകാശം വളരെ നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ദ ലീവ്സ് വർ റെസ്ലിംഗ്, ഇലകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തടഞ്ഞ് റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ യുദ്ധം, പരസ്പരമുള്ള ദ്വന്ദ്വ യുദ്ധം, കൈകൾ കൊണ്ടൊക്കെ വെച്ചിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു. ആൻഡ് ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവർ, അങ്ങകലെ എവിടെയോ ഒരു അരുവിയുള്ളതുപോലെ അതിൻ്റെ റിപ്ലിംഗ്, അതിൻ്റെ ഒരു ശബ്ദം അവരങ്ങനെ കേട്ടു. നല്ല രസമുള്ള കളകളാരവവും അവർ കേട്ടു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെഡ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. ചേട്ടാ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ഈ ലോകം എത്ര മനോഹരമാണല്ലേ? ദ ഗേൾ സെഡ്, അനിയത്തി പറയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ, ഏറ്റവും ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ മഹത്തരമായിട്ടുള്ളത്, ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആദരവുള്ളത്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓണർ, ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു ആദരവ് കിട്ടുന്ന കാര്യമാണ് ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതിനപ്പുറം ഇതിലും മഹത്തരമായിട്ടുള്ള മറ്റെന്ത് കാര്യമാണ് ചേട്ടാ ഉള്ളത് എന്ന് പെൺകുട്ടി അഭിപ്രായപ്പെട്ടു. Yes, it's a beautiful world, the boy echoed sadly. It's a sin to do anything which might represent the world badly or imperfectly. അതേപോലെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ഇതൊരു മനോഹരമായിട്ടുള്ള ലോകമാണ്. ദ ബോയ് എക്കോഡ്, എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറഞ്ഞ കാര്യത്തിന് ഏറ്റു പറയുകയാണ്, അതായത് പ്രതിധ്വനിപ്പിക്കുകയാണ്. അപ്പം മോള് പറഞ്ഞു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, അപ്പം അവനും പറഞ്ഞു യെസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ആൻഡ് ഹീ എക്കോഡ് സാഡ്ലി, വളരെ ദുഃഖകരമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ സിൻ, ഇതൊരു പാപമാണ്. ടു ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യുക. വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ്, ഏതാണോ പ്രതിനിധീകരിക്കുന്നത്, ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി, ഈ ലോകത്തെ മോശമായിട്ടോ അപൂർണമായിട്ടോ നമ്മൾ എങ്ങനെയെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു മഹാപാപമാണ് എന്ന് ഈ ആൺകുട്ടി അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ലോകത്തെ മുഴുവനും നമ്മൾ നല്ല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യണം, നല്ല രീതിയിൽ പ്രതിനിധീകരിക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് വേണം ഈ ലോകത്തെ എല്ലാവർക്കും മുമ്പിൽ കാഴ്ചവെക്കാൻ. അല്ലാതെ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും തെറ്റായിട്ട് ചീത്തയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു പാപം മറ്റൊന്നുമില്ല എന്ന് ആൺകുട്ടി പറഞ്ഞു. ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ, ആസ്ക്ഡ് ദ ലിറ്റിൽ സിസ്റ്റർ. അതേ, ചേട്ടൻ എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങളാണോ ചെയ്യാറുള്ളത്? ലിറ്റിൽ സിസ്റ്റർ ചോദിച്ചു. ഈ ലോകത്തിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ല കാര്യമാണോ ഏട്ടൻ ചെയ്യാറുള്ളത്? അപ്പോൾ പറയാണ്, ഐ ഗെറ്റ് സോ ടയേർഡ്, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു മോളെ. ഹി സെഡ്, ഐ ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്.
what do you do when you want to do your best, your very very best, he asked suddenly. അപ്പം മറ്റെന്തോ ആലോചിച്ച പോലെ അവൻ പറഞ്ഞു, ഞാൻ വളരെയധികം ക്ഷീണിച്ചതുപോലെ തോന്നുന്നു, എനിക്കിത് നിർത്തിപ്പോയാലോ എന്ന് വരെയുണ്ട്. നിനക്ക് എപ്പോഴെങ്കിലും നല്ലത് ചെയ്യണം തോന്നുമ്പോൾ, ഏറ്റവും ബെസ്റ്റായിട്ട്, വെരി വെരി ബെസ്റ്റായിട്ടൊരു കാര്യം ചെയ്യണം തോന്നുമ്പോൾ നീ എന്താ ചെയ്യാറുള്ളത് മോളെ, എങ്ങനെയാണ് നീ ചെയ്യാറുള്ളത് എന്ന് ഹി ആസ്ക്ഡ്, അനിയത്തിയോട് ചോദിച്ചു. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. അപ്പം അനിയത്തിയോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ചെയ്യാറ് പെട്ടെന്ന് നല്ല കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ? അപ്പോൾ പറഞ്ഞു, അനിയത്തി ഭയങ്കര ബുദ്ധിമതിയാണ് കേട്ടോ. അപ്പോൾ അനിയത്തി പറയാണ്, ഐ തിങ്ക് ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ദെൻ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. അതേ ചേട്ടാ, ഈ ലോകത്ത് ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എനിക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ എന്താ ചെയ്യാമെന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് എന്നങ്ങ് വിചാരിക്കും. അപ്പം ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കും. ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കാര്യം അങ്ങ് ചെയ്യും. She answered. അവൾ ഉത്തരം നൽകി. It makes you very strong if you think of them. You can be a pain and walk far and do all kind of things and you do not get tired so soon. അതെ, ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ് ഇഫ് യു തിങ്ക് ഓഫ് ദം. നിങ്ങൾ അവരെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ പറ്റിയിട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആൻഡ് യു ക്യാൻ ബി എ പെയിൻ, നിങ്ങൾക്ക് വേദന വരെ സഹിക്കാൻ സാധിക്കും. ആൻഡ് വാക്ക് ഫാർ, എത്ര കാതങ്ങൾ വേണമെങ്കിലും, എത്ര ദൂരങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാൻ സാധിക്കും. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എന്തും ചെയ്യാൻ സാധിക്കും. ഈ ലോകത്ത് എന്തും നിങ്ങൾക്ക് സാധ്യമാവും. നിങ്ങളെ സ്നേഹിക്കുന്നവരെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ ചിന്തിച്ച് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ, ഇങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങ് ഒരിക്കലും ടയേർഡ് ആവില്ല എന്ന് അനിയത്തി പറഞ്ഞു. ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്, അവൻ ഒരു നിമിഷം ആലോചിച്ചു. ദെൻ, മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിമിഷം, തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു. ദെൻ ഐ ഷാൽ പെയിൻറ്റ് മൈ പിക്ചർ ഫോർ യു, ഹി സെഡ്. ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ ആം ഡൂയിങ് ഇറ്റ്. ആഹാ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ചിത്രം പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് നിനക്ക് വേണ്ടിയാണ്. കാരണം നിന്നെയാണ് ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സോ ഐ ആം ഡൂയിങ് ഫോർ ദിസ്. ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ ആം ഡൂയിങ് ഇറ്റ്. ഞാനിത് ചെയ്യുന്ന സമയം മുഴുവനും ഞാൻ നിന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. Once more, they looked at the hills that seemed to rise up out of the deep shadow into the light, and then together they went home. Once more, ഒരിക്കൽ കൂടി, they looked at the hills. അവർ ആ മലകൾക്ക് മുകളിലേക്ക് നോക്കി. That seemed to rise up out of the deep shadow into the light. ഇതുവരെ നിഴല് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നും പ്രകാശത്തിലേക്ക് ഉയരുന്ന മാതിരി ആ മലകളെ നമുക്ക് തോന്നിപ്പിച്ചു. എന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് നിഴല് കാണാൻ പറ്റുമായിരുന്നു, ഇരുണ്ട് പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് പ്രകാശത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ആൻഡ് ദെൻ ടുഗെദർ ദേ വെന്റ് ഹോം. അങ്ങനെ ഒരുമിച്ച് കൈയും പിടിച്ച് അവർ വീട്ടിലേക്ക് നടന്നു. Soon afterwards, a big tragedy struck their family. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം അവരുടെ ഫാമിലിയെ, സ്ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിങ്ങനെ തട്ടി, എന്ന് വെച്ചാൽ വലിയൊരു ദുരന്തം അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, അവരുടെ കുടുംബത്തെ. One night when the family was sleeping, the little sister died in her sleep. ഒരു ദിവസം വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ ലിറ്റിൽ സിസ്റ്റർ, ആ ഒരു കുഞ്ഞനിയത്തി, ഡൈഡ് ഇൻ ഹർ സ്ലീപ്പ്, അവളുടെ ഉറക്കത്തിൽ അവൾ മരിച്ചുപോയി. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ മരിച്ചുപോയി. അങ്ങനെ വലിയൊരു ദുരന്തം അവരുടെ ആ ഒരു ഫാമിലിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. The mother explained to this brother, "Son, your little sister wandered into another world and journeyed on so far that she lost the clue to earth and could not be back anymore." അപ്പോൾ അമ്മ പറയാണ്, മകനെ, നിന്റെ കുഞ്ഞനിയത്തി വാണ്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിയുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നടന്നകലുക എന്നൊക്കെയാണ് അർത്ഥം. വാണ്ടേഡ് ഇൻ ടു അനദർ വേൾഡ്, മറ്റൊരു ലോകത്തേക്ക് നിന്റെ കുഞ്ഞനിയത്തി യാത്രയായിരിക്കുന്നു. ആൻഡ് ജേർണിഡ് ഓൺ സോ ഫാർ ദാറ്റ് ഷീ ലോസ് എ ക്ലൂ ടു എർത്ത്. അവൾക്ക് ഈ ഭൂമിയുമായിട്ടുള്ള എല്ലാ ഇടപാടും, അല്ലെങ്കിൽ എല്ലാ ക്ലൂവും, എല്ലാ ബന്ധവും അവസാനിച്ചിരിക്കുന്നു. ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. അവൾക്കിനി ഒരിക്കലും തിരിച്ചു വരാനാവുകയില്ല. The boy, who was grieving for his little sister, painted many pictures before he could gather the courage to see the same field that he saw with his sister once again. The boy,
അപ്പോൾ ആൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ. അനിയത്തിയുടെ ഈ ഒരു മരണത്തിൽ, പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വിയോഗത്തിൽ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്, ഗ്രീവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സങ്കടത്തോടു കൂടി കരഞ്ഞിരിക്കുകയാണ് ദ ബോയ്. Painted many pictures before he could gather the courage to see the same field that he saw with his sister once again. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ഫീൽഡ് ഉണ്ടല്ലോ, ആ ഒരു പാടം ഉണ്ടല്ലോ, മലകളും കുന്നും ചരിവും എല്ലാം പുഴകളും ഒക്കെയുള്ള ഒരു സ്ഥലം, അവിടേക്ക് ഒരിക്കലും തിരിച്ചു പോകാനോ അവിടേക്ക് ഒരു നിമിഷം പോയി നോക്കാനോ ആ ചിത്രം വരയ്ക്കാനോ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഹി ഡോണ്ട് ഹാവ് ദ കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യം. അപ്പോൾ അതിന് മുമ്പ് അവൻ വേറെ കുറേ ചിത്രങ്ങൾ വരച്ചു കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഫീൽഡിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ട് ആ ഒരു ചിത്രം വരയ്ക്കാനുള്ളൊരു ഒരു ധൈര്യം അവൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ എത്തുമ്പോൾ കരഞ്ഞു പോകുന്ന അവൻ അറിയാമായിരുന്നു. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ആസ് ഹി സാറ്റ് ആൻഡ് വർക്ക്ഡ് എ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം. പക്ഷേ ഒരുപാട് വർഷം അവൻ ചിത്രം വരച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ധൈര്യം അവൻ്റെ മനസ്സിലേക്ക്, സ്ട്രേഞ്ച് പവർ, സ്ട്രേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരിചിതമായിട്ടുള്ള എന്തോ ഒരു ശക്തി അവൻ്റെ ഉള്ളിലേക്ക്, ഒരു അദൃശ്യ ശക്തി അവൻ്റെ ഉള്ളിലേക്ക് വരുന്നത് പോലെ അവൻ അങ്ങനെ തോന്നി. This strong feeling was like an answer to the longing in his heart since his little sister died. ഈ ഒരു സ്ട്രോങ് ഫീലിംഗ്, ഒരു മനസ്സിലുണ്ടാവുന്ന ഇത്തരത്തിലുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, പോയി ചിത്രം വരയ്ക്കണം, അനിയത്തി പറഞ്ഞതുപോലെ നല്ലത് ലോകത്തിന് വേണ്ടി ചെയ്യണം, ആളുകളെ സന്തോഷിപ്പിക്കണം, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള അവൻ്റെ അടങ്ങാത്ത ആഗ്രഹം. ദ സ്ട്രോങ് ഫീലിംഗ് വാസ് ലൈക്ക് എൻ ആൻസർ ടു ദ ലോങ്ങിങ്. ഇതൊരു ഉത്തരം പോലെയായിരുന്നു അനിയത്തിയുടെ. ലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ഇൻ ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. സിൻസ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ ഡൈഡ്, അവൻ്റെ കുഞ്ഞനിയത്തി മരിച്ച അന്ന് മുതൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഒരു ആൻസറാണ് അവനിപ്പോൾ കിട്ടിയത്. ദിസ് ഇമോഷൻ സീം ടു ആൻസർ എ ഡിസയർ ഇൻ ഹിസ് ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ ഈ ഒരു ഇമോഷൻ എന്ന് പറയുന്നത്, ഈ ഒരു അനുഭവം അല്ലെങ്കിൽ ഈ ഒരു വികാരം അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു ഉത്തരം കൊണ്ടുവന്നെത്തിയതുപോലെ, അവൻ്റെ ആഗ്രഹത്തിന് മേൽ, അവൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിന് മേലൊരു ഉത്തരം വന്നതുപോലെ അവന് തോന്നി. ടു പുട്ട് ഇൻ ടു ദ വേൾഡ് സംതിങ് വിച്ച് ഷുഡ് മേക്ക് ദ മീൻസ്റ്റ് ഹംബ്ലസ്റ്റ് സിറ്റിസൺ എ ലിറ്റിൽ ഹാപ്പിയർ ഓർ ബെറ്റർ. ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചിത്രം, എന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കണമെന്ന് അവനിങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നി. ദ മീനസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥവത്തായിട്ടുള്ള എന്തെങ്കിലും. ഹംബ്ലസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എല്ലാത്തിനോടും വിനീതമായിട്ട്, എല്ലാത്തിനോടും സ്നേഹമുള്ളൊരു സിറ്റിസൺ, ഒരാളാണ് ഈ ലോകത്തിലെ ഒരു പ്രജയാണ് ഞാനെന്ന് കാണിക്കണം. എ ലിറ്റിൽ ഹാപ്പിയർ, അതുപോലെ തന്നെ എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കാൻ, താനും സന്തോഷിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയിക്കാൻ. ഓർ ബെറ്റർ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ലൊരു സ്ഥിതിയിലാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു എന്നെങ്കിലും വരുത്തി തീർക്കാൻ, അങ്ങനെയെങ്കിലും കാണിക്കാൻ ഒരു ചിത്രം വരയ്ക്കണമെന്ന് ഈ ചിത്രകാരൻ ആലോചിച്ചു. അറ്റ് ലാസ്റ്റ്, ഒടുവിൽ, when he knew that his eye was true and his touch sure, he took up the picture he had promised to paint for the little sister. ഓക്കെ, അപ്പോൾ അറ്റ് ലാസ്റ്റ്, ഒടുവിൽ, വെൻ ഹി ന്യൂ ദാറ്റ് ഹിസ് ഐ വാസ് ട്രൂ, അപ്പം അവൻ കണ്ടത് മുഴുവനും സത്യമാണ്, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹമുണ്ടെന്ന് അവന് മനസ്സിലായപ്പോൾ, ആൻഡ് ഹിസ് ടച്ച് ഷുവർ, തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ളൊരു ടച്ച്, ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു സ്പർശം ഇതിന് കൊടുക്കാൻ സാധിക്കുമെന്ന് അവന് തോന്നിയപ്പോൾ, ഹി ടുക്ക് അപ്പ് ദ പിക്ചർ ഹി ഹാഡ് പ്രോമിസ് ടു പെയിൻറ്റ് ഫോർ ദ ലിറ്റിൽ സിസ്റ്റർ. അപ്പോൾ തൻ്റെ അനിയത്തിയോട് താൻ വരയ്ക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന, പ്രതിജ്ഞ എടുത്തിരുന്ന ആ ഒരു ചിത്രം വരയ്ക്കുവാൻ വേണ്ടി അവൻ ആരംഭിച്ചു. അതിനുവേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു. ആൻഡ് വർക്ക്ഡ് അറ്റ് ഇറ്റ് അൺടിൽ ഹി വാസ് ഫിനിഷ്ഡ്. അതിനുമേൽ അവനത് പൂർത്തിയാക്കുന്നത് വരെയും അതിനു വേണ്ടിയിട്ട് അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദിസ് ഇസ് ബെറ്റർ ദാൻ ഓൾ ഹി ഹാസ് ഡൺ ബിഫോർ. ഇതിനു മുമ്പ് അവൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചിത്രമായിരിക്കും ഇത്. ദി ഓഡിയൻസ് സെറ്റ്. ആളുകളെല്ലാം പറയാൻ തുടങ്ങി. ഇറ്റ് ഈസ് ഷ്യൂർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇത് തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിരിക്കും. ഒരാൾ അതിലേക്ക് നോക്കുമ്പോൾ അയാൾ തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും. ഷ്യൂർലി ബ്യൂട്ടിഫുൾ, ഇത് ഏറ്റവും മനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അത് തീർച്ചയാണ്. ആൻഡ് യെറ്റ് മൈ ഹാർട്ട് ഏക്ഡ് ആസ് ഐ ഡിഡ് ഇറ്റ്. എൻ്റെ ഹൃദയം വേദനിക്കുന്നു. ഏക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കാം. ആസ് ഐ ഡിഡ് ഇറ്റ്, എൻ്റെ ഹൃദയം വേദനിച്ചാലും, യെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും, എൻ്റെ ഹൃദയം ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും ഞാനത് പൂർത്തിയാക്കി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്തു. ദി ആർട്ടിസ്റ്റ് സെഡ്.
As he went back to the field, I thought of her all the time I walked. It was a sorrow that gave me power. അപ്പം ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോയ് പറയാണ്, ആസ് ഹി വെൻ ബാക്ക് ടു ദ ഫീൽഡ്, അവൻ ആ ഫീൽഡിലേക്ക് ഒന്ന് നടന്നു, തിരിഞ്ഞു നടന്നു. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്ത സമയം മുഴുവനും ഞാൻ എൻ്റെ കുഞ്ഞനിയത്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരുന്നു. ഇറ്റ് വാസ് ദ സോറോ ദാറ്റ് ഗേവ് മീ പവർ. ആ സങ്കടം, അവളെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങൾ, അവളെക്കുറിച്ചുള്ള എൻ്റെ സങ്കടമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ രീതിയിൽ ചിത്രം വരയ്ക്കാനുള്ള ശക്തി നൽകിയത് എന്നവൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. It seemed as if a soft voice of his long dear sister that spoke only to his heart answered back, "Not sorrow but love, and perfect love has all the good qualities in its gift, and from it comes all other things, all things except for happiness." Not sorrow but love. സ്നേഹത്തോടെയാണ് ചേട്ടാ ഉണ്ടാക്കേണ്ടത്, സങ്കടത്തോടെയല്ല. എന്നോടുള്ള ഞാൻ വിട്ടുപോയി എന്നുള്ള സങ്കടത്തോടു കൂടി അങ്ങിത് വരയ്ക്കല്ലേ, എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് തരല്ലേ, പക്ഷേ സ്നേഹത്തോടു കൂടി തരൂ. ആൻഡ് പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്. പെർഫെക്റ്റ് ലവ്, പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തിന് എല്ലാ ഗുഡ് ക്വാളിറ്റീസും ഉണ്ട് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ്. അത് പിന്നീട് അതൊരു സമ്മാനമായിട്ട് വരുമ്പോൾ എല്ലാ പെർഫെക്റ്റ് ലവിനാണ് എല്ലാ ക്വാളിറ്റീസും എല്ലാ ഗുണങ്ങളും ഉള്ളത്. ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ്. ആ സ്നേഹത്തിൽ നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉദിക്കുന്നത്. ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. സന്തോഷം ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ നിന്നാണ് ജ്യേഷ്ഠ വരുന്നത്. അപ്പോൾ ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ്, ഇൻ്ററപ്റ്റഡ് ദ ബോയ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണ് സന്തോഷം കണ്ടെത്താനാവുക? ഇൻ്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇടയിൽ കയറുക. അപ്പോൾ ബോയ് ഇടയിൽ കയറി ചോദിച്ചു, അതെന്താ മോളെ, സ്നേഹത്തിൽ നിന്ന് സന്തോഷം ഉണ്ടാവുന്നില്ലേ? സന്തോഷം എങ്ങനെയാണ് ഉണ്ടാക്കുക? ഫൈൻഡിങ് ഹാപ്പിനെസ് ഈസ് എ സ്ട്രേഞ്ച് കേസ്. അതെ ജ്യേഷ്ഠ, ഹാപ്പിനെസ്, സന്തോഷം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രേഞ്ച് കേസ്. അതൊരു അപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ദി ആൻസർ സീംഡ് ടു ബി, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഇറ്റ് ഫോർ വൺസ് ഓൺ സെൽഫ്, ദെൻ വൺ മസ്റ്റ് സീക്ക് ഇറ്റ് ഫോർ അതേഴ്സ്. ഒരാൾക്ക് സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അവനവന് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കും സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബട്ട് ഹാപ്പിനെസ് ഈസ് സോ ഡിഫിക്കൽട്ട് ടു സീസ് ഓർ ടു ഫൈൻഡ്. പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കുക, കോരിയെടുക്കാൻ സാധിക്കുക എന്നൊക്കെ അർത്ഥം. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു ലിവ് വിത്തൗട്ട് ഹാപ്പിനെസ്. സമ്പൂർണ്ണമായിട്ടുള്ള സ്നേഹമാണ് ഒരാളെ സഹായിക്കുന്നത്. ഹാപ്പിനെസ് ഇല്ലെങ്കിലും ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാം കൊടുത്തുകൊണ്ടുള്ള അർപ്പണത്തോടു കൂടിയിട്ടുള്ള സ്നേഹമാണ്. ഹിസ് ഓൺ ഹാർട്ട് ആൻസർ ടു ഹിംസെൽഫ്, ആൻഡ് എബവ് ഓൾ തിങ്സ് ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. അപ്പോൾ അവൻ്റെ ഹൃദയം അവന് വേണ്ടി ഉത്തരം നൽകി, അവൻ്റെ ഉത്തരം അവൻ തന്നെ കണ്ടെത്തി. ആൻഡ് എബവ് ഓൾ, എല്ലാത്തിലും ഉപരി, ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. ഒരാളെ ഇത് വർക്ക് ചെയ്യാനും എന്ന് വെച്ചാൽ നന്നായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അതുപോലെ കാത്തിരിക്കാനും പ്രേരിപ്പിക്കുന്നു. സ്നേഹമാണ് ഒരാളെ വർക്ക് ചെയ്യാൻ, അതായത് ഒരാളെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ അവന് എത്ര കാലം വേണമെങ്കിലും നല്ലൊരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാനും അവനെ സഹായിക്കുന്നത് സ്നേഹമാണ്. ബട്ട് ഇഫ് ഇറ്റ് ഗിവ്സ് വൺ ഹാപ്പിനെസ് ടു ഹി ആസ്ക്ഡ് ഈഗർലി, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ. അപ്പോൾ ഈ സമ്പൂർണ്ണമായിട്ടുള്ള സ്നേഹം നല്ലൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് ഹാപ്പിനെസ്സിലേക്ക് നയിക്കില്ലേ, സന്തോഷത്തിലേക്ക് നയിക്കില്ലേ? അവൻ ആകാംക്ഷയോട് കൂടിയിട്ട് ചോദിച്ചു, യെസ്, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ. അതെ, അങ്ങനെ അത് സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണെങ്കിൽ അതിനെ നമുക്ക് സ്വർഗമെന്ന് വിളിക്കാം.